പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളുടെ 9ാമത്തെ ചാപ്റ്റർ അഥവാ നമുക്ക് ഫോക്കസ് ഏരിയയിലുള്ള ഇന്ത്യൻ എക്കോണമിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. പ്രകൃതിയും അല്ലെങ്കിൽ പരിസ്ഥിതിയും സുസ്ഥിര വികസനവും. അതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് എൻവയോൺമെൻറ്റ്, എന്താണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എൻവയോൺമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ പ്ലാനറ്ററി ഇൻഹറൻസ് ആൻഡ് ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ്. അപ്പോൾ എന്താ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളുടെയും സഞ്ചയത്തെ, എല്ലാ തരത്തിലുള്ള വിഭവങ്ങളുടെയും സഞ്ചയത്തെയാണ് എന്തെന്ന് പറയുന്നത്, പരിസ്ഥിതി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടോട്ടൽ പ്ലാനറ്ററി ഇൻഹറൻസ് ആൻഡ് ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ്. അപ്പോൾ ഭൂമിയിലെ എല്ലാ വിഭവങ്ങളുടെയും സഞ്ചയത്തെ അല്ലെങ്കിൽ ആ കൂട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത്, പരിസ്ഥിതി എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് തരത്തിലുള്ള ഘടകങ്ങളുണ്ടാവും, ജൈവ ഘടകങ്ങളും അജൈവ ഘടകങ്ങളും ഉണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ പരിസ്ഥിതിയിൽ രണ്ട് തരത്തിലുള്ള ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ജൈവ ഘടകങ്ങളും അജൈവ ഘടകങ്ങളും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്താണ് ജൈവ ഘടകങ്ങൾ, എന്താണ് അജൈവ ഘടകങ്ങൾ, അത് നോക്കുകയാണ്. അപ്പോൾ എന്താണ് ബയോട്ടിക് എലമെൻറ്റ്സ് അഥവാ ജൈവ ഘടകങ്ങൾ? ബയോട്ടിക് എലമെൻറ്റ്സ് അഥവാ ജൈവ ഘടകങ്ങൾ, ഓൾ ലിവിങ് എലമെൻറ്റ്സ്, ജീവനുള്ള എല്ലാ വസ്തുക്കളെയും പറയുന്ന പേരാണ് ജൈവ ഘടകങ്ങൾ. എന്തൊക്കെയാണവ? ബേഡ്സ്, പക്ഷികൾ, അനിമൽസ്, മൃഗങ്ങൾ, പ്ലാന്റ്സ്, മരങ്ങൾ, ഫോറസ്റ്റ്, വനങ്ങൾ, ഫിഷറീസ്, മത്സ്യങ്ങൾ, ഇവയെല്ലാം എന്താണ് ജൈവ ഘടകങ്ങളാണ്, ബയോട്ടിക് എലമെൻറ്റ്സ് ആണ്. ഈ എന്താ അബയോട്ടിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? Abiotic elements include air, water, land, etc. Rock, sunlight are examples of abiotic elements of the environment. ഒരു പരിസ്ഥിതിയിൽ ജീവനില്ലാത്ത ഘടകങ്ങളായിട്ടുള്ള കാറ്റ്, വായു, വെള്ളം, അതേപോലെ തന്നെ ലാൻഡ് അഥവാ ഭൂമി, അതേപോലെ തന്നെ റോക്സ് അഥവാ പാറകൾ, സൺലൈറ്റ് സൂര്യപ്രകാശം, ഇവയെല്ലാം എന്തിൻ്റെ ഉദാഹരണങ്ങളാണ്? അജൈവ ഘടകങ്ങളുടെ അബയോട്ടിക് എലമെൻസിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ബയോട്ടിക് എലമെൻറ്റ്സ്, എന്താണ് അബയോട്ടിക് എലമെൻറ്റ്സ്, ജൈവ ഘടകങ്ങൾ, അജൈവ ഘടകങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്? എന്തൊക്കെയാണ് പ്രകൃതിയുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെയാണ് പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് ദി എൻവയോൺമെൻറ്റ്? അത് പ്രധാനമായിട്ടും 4 എണ്ണമാണുള്ളത്. ഇത് എഴുതുമ്പോൾ നിങ്ങൾ കുറച്ച് വിശദീകരിച്ചൊക്കെ എഴുതിക്കൊള്ളുക. 4-5 മാർക്കിന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ്, ഇത് വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഒന്നാമത്തതാണ് കേട്ടോ, ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ്, വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. എങ്ങനെയുള്ള വിഭവങ്ങളാണ്? റിസോഴ്സസ് ഹിയർ ഇൻക്ലൂഡ് ബോത്ത് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. എങ്ങനെയുള്ള വിഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്? പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതും പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ 2 തരത്തിലുള്ള വിഭവങ്ങളുണ്ട്. റിന്യൂവബിൾ, പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതും, നോൺ റിന്യൂവബിൾ, പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതും. ഉദാഹരണത്തിന് റിന്യൂവബിളിനൊരു ഉദാഹരണം പറഞ്ഞാൽ വാട്ടർ, വെള്ളം. നോൺ റിന്യൂവബിൾ, പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതിന് ഉദാഹരണം പറഞ്ഞാൽ കോള്, പെട്രോളിയം, കൽക്കരി, പെട്രോളിയം പോലെയുള്ള. അപ്പോൾ ഇത് രണ്ടും ആര് പ്രദാനം ചെയ്യുന്നതാണ്? ആരെ നമുക്ക് തരുന്നത്? പ്രകൃതിയാണ് തരുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ്, വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. രണ്ടാമത്തത് ഇറ്റ് അസിമിലേറ്റ് വേസ്റ്റ്, പായ് വസ്തുക്കളെ ദഹിപ്പിക്കുന്നു. ഇറ്റ് അസിമിലേറ്റ് വേസ്റ്റ്, പായ് വസ്തുക്കളെ ദഹിപ്പിക്കുന്നു. നമ്മൾ ഭൂമിയിലേക്ക് മണ്ണിലേക്കൊക്കെ ഇടുന്ന പായ് വസ്തുക്കൾ, അതായത് ചീഞ്ഞ പച്ചക്കറികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മണ്ണ് എന്ത് ചെയ്യും? ദഹിപ്പിച്ച് മണ്ണിലേക്ക് ചേർക്കും. ഓക്കെ, ദെൻ മൂന്നാമത്തത് ഇറ്റ് സസ്റ്റെയിൻസ് ലൈഫ് ബൈ പ്രൊവൈഡിങ് ജനറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നു. ഇറ്റ് സസ്റ്റെയിൻസ് ലൈഫ്, ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നു. അതിനു വേണ്ടി നമുക്ക് 2 തരത്തിലുള്ള ഘടകങ്ങളും തരുന്നുണ്ട്, ജനറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, പ്രൊവൈഡിങ് ജനറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ബയോഡൈവേഴ്സിറ്റി അതായത് നമ്മളുടെ ചുറ്റുമുള്ള പ്രകൃതി വിഭവങ്ങൾ പ്രദാനം ചെയ്തിട്ട്, ജൈവ വ്യവസ്ഥയെ പ്രദാനം ചെയ്തിട്ട് നമ്മളെ ജീവൻ നിലനിർത്തുന്നു. കാരണം വായു ഇല്ലെങ്കിൽ മനുഷ്യനില്ല, വായു ഉണ്ടാവണമെങ്കിൽ മരങ്ങൾ വേണം. അപ്പം മരങ്ങൾ ഉണ്ടായാലേ മനുഷ്യന് നിലനിൽക്കാൻ പറ്റുള്ളൂ. മരങ്ങൾ വേണമെങ്കിൽ മണ്ണ് വേണം, ജലം വേണം.
അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടുള്ളതിനെയാണ് ജൈവ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ ജൈവ വ്യവസ്ഥയിലൂടെ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ ആര് സഹായിക്കുന്നു? പരിസ്ഥിതി സഹായിക്കുന്നു. ഇതിന് ഏറ്റവും ലാസ്റ്റത്, ഇറ്റ് ആൾസോ പ്രൊവൈഡ് ആസ്തറ്റിക് സർവീസസ് ലൈക്ക് സീനിയറി. ആസ്തറ്റിക് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താ? ആസ്തറ്റിക് സർവീസസ് ഓക്കെ, സൗന്ദര്യാനുഭൂതികൾ നുകരാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മളെ കണ്ണിന് കുളിർമയേകുന്ന സൗന്ദര്യം തുളുമ്പുന്ന കാഴ്ചകൾ പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടങ്ങളുണ്ടാകും, മലഞ്ചെരുവുകളുണ്ടാകും, ഓക്കെ. ഇങ്ങനെ മഞ്ഞ്, ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള സൗന്ദര്യാനുഭൂതികൾ നുകരാൻ ആസ്തറ്റിക് സർവീസ്, സൗന്ദര്യാനുഭൂതികളെ നമുക്ക് ആര് പ്രദാനം ചെയ്യുന്നു? പ്രകൃതി പ്രദാനം ചെയ്യുന്നു. ഇതൊക്കെയാണ് ആരുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട 4 ധർമ്മങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 4 എക്സാമിന് ചോദിക്കുന്നതുമാണ്. ഓക്കെ. ഇനി അടുത്തത് ക്യാരിയിങ് കപ്പാസിറ്റി. ഇത് നമ്മളൊന്ന് പഠിച്ചു വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദി റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ഈസ് നോട്ട് എബവ് ദ റേറ്റ് ഓഫ് റീജനറേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ദ വേസ്റ്റ് ജനറേറ്റഡ് ആർ വിത്തിൻ ദി അസിമുലേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദി എൻവയോൺമെൻറ്റ്. ഇറ്റ് ഇംപ്ലൈസ് ദി റിസോഴ്സ് എക്സ്ട്രാക്ഷൻ, വിഭവങ്ങളുടെ ഉപയോഗം, ഇസ് നോട്ട് എബവ് ദ റേറ്റ് ഓഫ് റീജനറേഷൻ ഓഫ് റിസോഴ്സസ്. ഒരിക്കലും വിഭവങ്ങളുടെ ഉപയോഗം അവയുടെ പുനരുൽപാദന ശേഷിക്ക് മുകളിൽ പോവാൻ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലാവാൻ പാടില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ നമുക്ക് വിഭവങ്ങൾ ഉപയോഗിക്കാം, പ്രകൃതിയിലെ വിഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതേത് തോതിൽ ഉപയോഗിക്കണം? പുനരുൽപാദിപ്പിക്കാൻ വീണ്ടും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന തോതിലുണ്ടായിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ വേസ്റ്റ് ജനറേഷൻ, ഈ പായ്വസ്തുക്കൾ വേസ്റ്റ് ജനറേറ്റഡ് ആർ വിത്തിൻ ദി അസിമുലേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദി എൻവയോൺമെൻറ്റ്. പ്രകൃതിക്ക് ദഹിപ്പിക്കാൻ പറ്റുന്ന അളവിൽ മാത്രമേ നമ്മൾ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? പായ്വസ്തുക്കൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു പച്ചക്കറി ചീഞ്ഞത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. അതിന് പകരം ഒരു വലിയ ലോറിക്ക് നിറച്ചും ചീഞ്ഞ പച്ചക്കറി കൊടുത്തുകൊണ്ട് നമ്മളെ പറമ്പിലിട്ടിട്ടുണ്ടെങ്കിൽ അത് ദഹിപ്പിക്കാൻ മണ്ണിനെ കൊണ്ട് അത്ര പെട്ടെന്നൊന്നും കഴിയില്ല. അത് കുറേ കഴിഞ്ഞിട്ടേ അത് ദഹിച്ച് പോവുള്ളൂ. അപ്പോൾ അത് ചുറ്റും ദുർഗന്ധം വമിച്ചിട്ട് മറ്റു രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഒരിക്കലും പായ്വസ്തുക്കൾ എന്താവരുത്? വളരെ കൂടുതലാവാൻ പാടില്ല. പ്രകൃതിയെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ മാത്രമേ അത് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇതാണ് ക്യാരിയിങ് കപ്പാസിറ്റി. ഇനി ഒന്ന് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി, ഉൾക്കൊള്ളാനുള്ള ശേഷി. ഓക്കെ. ഇവിടെ പറഞ്ഞത് ക്യാരിയിങ് കപ്പാസിറ്റി, താങ്ങാനുള്ള ശേഷിയാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ. ക്യാരിയിങ് കപ്പാസിറ്റി, താങ്ങാനുള്ള ശേഷി. ഞാൻ പറഞ്ഞു വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടത് അതിനെ പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന തോതിലായിരിക്കണം എന്നാണ് ഇവിടുത്തെ പ്രത്യേകത. അതുപോലെ തന്നെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും പാടില്ല, പായ്വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ പറയുന്നത് ഉൾക്കൊള്ളാനുള്ള ശേഷി, അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. ഇറ്റ് മീൻസ് ദ എബിലിറ്റി ഓഫ് എൻവയോൺമെൻറ്റ് ടു അബ്സോർബ് ഡീഗ്രഡേഷൻ. നമ്മൾ ഉണ്ടാക്കുന്ന ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, അപജയങ്ങൾ അഥവാ നമ്മൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ പ്രകൃതിയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? താങ്ങാൻ പറ്റും. ഓക്കെ. പക്ഷേ അത് എവിടെയാണ് താങ്ങാൻ പറ്റുക? ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് പോകരുത്. അപ്പോൾ നമ്മളുടെ ഡീഗ്രഡേഷൻസ് എപ്പോഴും എന്തായിരിക്കണം? നമ്മളുടെ അപജയങ്ങൾ എപ്പോഴും എൻവയോൺമെൻറ്റിനെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, എൻവയോൺമെൻറ്റിനെ ഉൾക്കൊള്ളാൻ, പരിസ്ഥിതിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കണം. അതിനേക്കാളും കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ജനസംഖ്യ ഉണ്ടാവുക, റൈസിങ് പോപ്പുലേഷൻ, ജനസംഖ്യ വർദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങളും സേവനങ്ങളും പ്രകൃതിയിൽ നിന്നും അമിതമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം ജനസംഖ്യ കൂടുമ്പോൾ കൂടുതൽ നമ്മൾക്ക് ആവശ്യങ്ങളും കൂടും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? പരിസ്ഥിതിയെ നശിപ്പിക്കും, എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കും. അതുണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അബ്സോർബ് കപ്പാസിറ്റിയും ക്യാരിയിങ് കപ്പാസിറ്റിയും പ്രകൃതിക്കുള്ള ശേഷികളാണ്. അതിനുള്ളിൽ നിന്നിട്ടേ നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈസ് എ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ദി ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് ലോവർ അറ്റ്മോസ്ഫിയർ ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലെ ശരാശരി താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നതിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഭൗമാന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നതിനെ പറയുന്ന പേരാണെന്തെന്നുള്ളത് ആഗോളതാപനം എന്ന് പറയുന്നത്. ഇതിന് കാരണമാകുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. എന്താ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഓക്കെ, എന്താണത്? ഹരിതഗ്രഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയും നമ്മളുടെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുക പോലെയുള്ളതൊക്കെ ചെന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ആഗോളതാപനം ഉണ്ടാകുന്നത്.
ഓക്കെ. ഇനി മറ്റൊന്നാണ് ഓസോൺ ഡിപ്ലീഷൻ. നമ്മളുടെ ഓസോൺ പാളിക്ക് എന്തുണ്ടായിട്ടുണ്ട്? ശോഷണം സംഭവിച്ചിട്ടുണ്ട്, അതിന് വിള്ളൽ വീണിട്ടുണ്ട്. അതിന് കാരണം എന്താ? നമ്മുടെ ഭൂമിയെ സംരക്ഷിച്ച് നിർത്തുന്ന ഏറ്റവും താഴ്ന്ന പാളിയാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. ഇതിന് ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, CFC എന്ന് പറയും, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ഓക്കെ. അതെന്താ? ഈ നമ്മളുടെ AC ഉണ്ടല്ലോ, അതിൽ നിന്നും നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന ഒരു തരത്തിലുള്ള ഗ്യാസാണ് എന്തെന്ന് പറയുന്നത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്. ഇത് അന്തരീക്ഷത്തിൽ വന്നിട്ട് ഈ ഓസോൺ പാളിയിലേക്ക് ചെന്നിട്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട്? നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറച്ചാലേ, ക്ലോറോ ഫ്ലൂറോ കാർബണിൻ്റെ ഉപയോഗം കുറച്ചാലേ നമുക്ക് എന്ത് തടയാൻ പറ്റുള്ളൂ? ഓസോൺ ശോഷണം തടയാൻ പറ്റുള്ളൂ, ഓസോൺ പാളിയുടെ ശോഷണം തടയാൻ പറ്റുള്ളൂ. ഇത് തടഞ്ഞിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ അൾട്രാവയലറ്റ് രശ്മികൾ UV റൈസ്, അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിക്കും. അത് പതിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ക്യാൻസർ ഉണ്ടാവും, മൃഗങ്ങൾ ചത്തുവീഴും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള ഒരു 2-3 കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ അവിടെ വീണ്ടും കൂടുതലായിട്ട് പറയുന്നില്ല. എയർ പൊല്യൂഷൻ അറിയാമല്ലോ. എയർ പൊല്യൂഷൻ എന്താണ്? വായു മലിനീകരണം, വാഹനങ്ങളിൽ നിന്നുള്ള പുക, ഈ കൃഷി കഴിഞ്ഞിട്ട് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക, അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ വ്യവസായശാലകളിൽ നിന്നുള്ള പുകയൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ വായു എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? മലിനീകരിക്കപ്പെടുന്നുണ്ട്. ഇതിനെയാണ് വായു മലിനീകരണം, എയർ പൊല്യൂഷൻ. എനിക്കറിയുന്നതാണ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. വാട്ടർ പൊല്യൂഷൻ ഒക്കെ നമ്മൾ പുറന്തള്ളുന്ന വേസ്റ്റുകളും മറ്റൊക്കെ അടിഞ്ഞു ചെന്നിട്ട് ജലാശയങ്ങൾ എന്താകുന്നുണ്ട്? മലിനമാകുന്നുണ്ട്. ഇതൊക്കെയാണ് മറ്റുള്ളത്. ഓക്കെ. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കൂടുതലിവിടെ പറയുന്നില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊന്നാണ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെൻറ്റ്. ഇന്ത്യയുടെ പരിസ്ഥിതിയുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ്. ഓക്കെ. അത് ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു തരുകയാണ്, എന്താണ് ഇന്ത്യയുടെ പ്രകൃതിയുടെ അവസ്ഥ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പോയിൻ്റായിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അതിനനുസരിച്ച് കണ്ട് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ പരിസ്ഥിതിയുടെ അവസ്ഥയാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. India has abundant natural resources in terms of rich quality of soil, hundreds of rivers and tributaries, lush green forests, plenty of mineral deposits beneath the land surface, vast stretch of Indian Ocean and ranges of mountains. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇന്ത്യാസ് അബണ്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സ്, ഇന്ത്യക്ക് ഒരുപാട് പ്രകൃതി വിഭവങ്ങളുണ്ട്. എന്തൊക്കെയാണ് അത്? റിച്ച് ക്വാളിറ്റി ഓഫ് സോയിൽ, നല്ല ഫലപുഷ്ടമായ മണ്ണുണ്ട്. ഹൺഡ്രഡ്സ് ഓഫ് റിവേഴ്സ് ആൻഡ് ട്രിബ്യൂട്ടറീസ്, നൂറുകണക്കിന് നദികളും പോഷക നദികളുമുണ്ട്. അപ്പോൾ നല്ല ഫലപുഷ്ടമായ മണ്ണുണ്ട്, നൂറുകണക്കിന് നദികളും പോഷക നദികളുമുണ്ട്. പ്ലെൻറ്റി ഓഫ് മിനറൽ ഡെപ്പോസിറ്റ്സ്, ഒരുപാട് മിനറൽ ഡെപ്പോസിറ്റ്സ്. എന്താ ഈ മിനറൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള മിനറൽസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, മഗ്നീഷ്യം, സ്വർണം, വെള്ളി, ഇങ്ങനെയുള്ള ഒരുപാട് ലോഹങ്ങളും അലോഹങ്ങളും ഇവയെല്ലാം ഒരുപാട് തരത്തിലുള്ള മിനറൽസുകൾ ഓക്കെ നമുക്ക് ഉണ്ട്. ദെൻ വാസ്റ്റ് സ്ട്രെച്ച് ഓഫ് ഇന്ത്യൻ ഓഷൻ, ഒരുപാട് കടൽ തീരമുണ്ട്. ആൻഡ് ദ റേഞ്ച് ഓഫ് മൗണ്ടൻസ്, ഒരുപാട് മലനിരകളുണ്ട്. അപ്പോൾ ഒരുപാട് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ ഇന്ത്യക്കുണ്ട്. നല്ല ഫലപുഷ്ടമായ മണ്ണുണ്ട്. ഓക്കെ, ഒരുപാട് നൂറുകണക്കിന് നദികളും പോഷക നദികളും ഉണ്ട്. അതേപോലെ തന്നെ നല്ല ലഷ് ഗ്രീൻ ഫോറസ്റ്റ്, നല്ല പച്ചപ്പ് നിറഞ്ഞ വനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള നിക്ഷേപങ്ങൾ, ധാതു നിക്ഷേപങ്ങൾ, മിനറൽ ഡെപ്പോസിറ്റ്, ധാതു നിക്ഷേപങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിസ്തൃതിയിൽ കടൽ തീരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മൗണ്ടൻ റീജൻസ്, മലനിരകൾ, എവറസ്റ്റിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായതാണ് ആരെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. അതാണ് താഴെ നൽകിയിട്ടുള്ളത്. ദ ഇൻഡോ ഗാഗ്നറ്റിക് പ്ലൈൻസ്, സിന്ധു ഗംഗാ സമതലം, ഇതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. സ്പ്രെഡ് ഫ്രം അറേബ്യൻ സീ ടു ബേ ഓഫ് ബംഗാൾ, അറബിക്കടൽ മുതൽ ബംഗാൾ ഉൾക്കടൽ വരെ പരന്നു കിടക്കുന്ന ഒരു സിന്ധു ഗംഗ സമതല പ്രദേശം ഇന്ത്യക്കുണ്ട്. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക നിങ്ങൾക്ക്? വൺ ഓഫ് ദ മോസ്റ്റ് ഫെർട്ടൈൽ ഇൻറ്റൻസീവ്ലി കൾട്ടിവേറ്റഡ് ആൻഡ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജിയൻ ഇൻ ദി വേൾഡ്. ലോകത്തെ ഏറ്റവും ഫലപുഷ്ടമായിട്ടുള്ള, ഏറ്റവും കൃഷി നടക്കുന്ന, ഏറ്റവും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഇതെന്ന് പറയുന്നത് സിന്ധു ഗംഗാ സമതലം. അവിടെയാണ് ലോകത്തെ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണുള്ളത്. അവിടെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശവുമാണത്. അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. ദെൻ ഇന്ത്യാസ് ഫോറസ്റ്റ് through unwieldy distributed provide green cover for the majority of its population and natural cover for its wildlife.
അപ്പോൾ ഇന്ത്യയുടെ ഫോറസ്റ്റുകൾ, ഇന്ത്യാസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യയിലെ വനങ്ങൾ. ഓക്കെ, അൺഇവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്, ഒരുപാട് വനങ്ങൾ ഇന്ത്യയിലുണ്ട്. പ്രൊവൈഡ് ഗ്രീൻ കവർ ഫോർ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ, ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഒരുപാട് പേർക്ക് ഗ്രീൻ കവർ, പച്ചപ്പ് നൽകുന്ന, തണൽ നൽകുന്ന വനങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളുണ്ട്. ആൻഡ് നാച്ചുറൽ കവർ ഫോർ ഇറ്റ്സ് വൈൽഡ് ലൈഫ്, വന്യജീവികൾക്ക് വേണ്ട സംരക്ഷണം നൽകുന്ന വനങ്ങളും ഇന്ത്യയിൽ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് വനങ്ങളുണ്ട്. പിന്നെന്താ, ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓർ, ഇരുമ്പുണ്ടാക്കുന്ന ഇരുമ്പയിരിൻ്റെ ഒരു വലിയ നിക്ഷേപം തന്നെ ഇന്ത്യയിലുണ്ട്. കോള് എന്തുണ്ട്, കൽക്കരി നിക്ഷേപങ്ങളുണ്ട്. നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകങ്ങളുടെ നിക്ഷേപങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്ത്യ അലോൺ അക്കൗണ്ട് ഫോർ നിയർലി 20% ഓഫ് വേൾഡ് ടോട്ടൽ അയൺ ഓർ റിസർവ്, ലോകത്തെ മൊത്തം ഇരുമ്പിൻ്റെ 20% നിക്ഷേപവും ഇന്ത്യയിൽ മാത്രമാണുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഒരു എൻവയോൺമെൻറ്റിൻ്റെ, ഇന്ത്യയുടെ പരിസ്ഥിതിയുടെയൊക്കെ ഒരു വലിയ പ്രത്യേകതയാണിത്. പക്ഷേ ചില പ്രശ്നങ്ങളും ഇന്ത്യക്കുണ്ട്. എന്താണ് ആ പ്രശ്നങ്ങൾ? ഇന്ത്യയുടെ പരിസ്ഥിതി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് പറയുന്നത്. ദ ത്രെഡ് ടു ഇന്ത്യാസ് എൻവയോൺമെൻറ്റ് പോസസ് എ ഡൈക്കോട്ടമി ത്രെഡ് ഓഫ് പോവർട്ടി ഇൻഡ്യൂസ്ഡ് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ, അറ്റ് ദി സെയിം ടൈം ത്രെഡ് പൊല്യൂഷൻ ആൻഡ് അഫ്ലുവൻസ് ആൻഡ് റാപ്പിഡ്ലി ഗോയിങ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ജനസംഖ്യ, അതുപോലെ തന്നെ ദാരിദ്ര്യം, ഓക്കെ, വളരെ വലിയൊരു ജനസംഖ്യ ഇന്ത്യയിലുണ്ട്. അതിൽ തന്നെ ഒരുപാട് ആളുകൾ ദരിദ്രരാണ്. അത് നമ്മളുടെ പരിസ്ഥിതിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ദെൻ പൊല്യൂഷൻ, മലിനീകരണം മൂലം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഗ്രോയിങ് ഇൻഡസ്ട്രിയൽ സെക്ടർ, വളർന്നു വരുന്ന വ്യവസായ മേഖലയിൽ നിന്നും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്? നമ്മുടെ രാജ്യത്തിൻ്റെ പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ദാരിദ്ര്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇന്ത്യയുടെ പരിസ്ഥിതി നേരിടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് താഴെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തത് ലാൻഡ് ഡീഗ്രഡേഷൻ, മണ്ണിൻ്റെ അപചയം. നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് ലാൻഡ് ഡീഗ്രഡേഷൻ, മണ്ണിൻ്റെ അപചയം എന്ന് പറയുന്നത്. മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുന്നതും ഒക്കെ, അതുപോലെ തന്നെ വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ തന്നെ 2-3 വർഷം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു മറ്റൊക്കെ. എന്തുകൊണ്ടത് ഉണ്ടാകുന്നത്? അവിടെ മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുമ്പോൾ മണ്ണിലേക്ക് ആഴ്ന്നുറങ്ങുന്ന വേരുകൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ വേരുകൾക്കിടയിലൂടെ മണ്ണിനെ തടഞ്ഞു നിർത്തുമായിരുന്നു. അതിനെ തടഞ്ഞു നിർത്താൻ വേരുകളും മറ്റൊന്നും ഇല്ലാതായപ്പോഴാണ് മണ്ണിലിപ്പും ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ലാൻഡ് ഡീഗ്രഡേഷൻസ്, മണ്ണിന് നൽകിയ അപജയങ്ങളുണ്ട്. ഫലപുഷ്ടത കുറയുന്നത്, വനഭൂമികൾ കയ്യേറുന്നത്, അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഒന്നാമത്തത് ലാൻഡ് ഡീഗ്രഡേഷൻ, മണ്ണിൻ്റെ അപജയം. രണ്ടാമത്തത് ബയോഡൈവേഴ്സിറ്റി ലോസ്, ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടം. ഒരുപാട് മൃഗങ്ങളും മറ്റൊക്കെ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യൻ കയ്യേറുകയാണ് അതൊക്കെ. അപ്പോൾ ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടം. എയർ പൊല്യൂഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എയർ പൊല്യൂഷൻ, ഓക്കെ, വായുമലിനീകരണം, വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം, ഓക്കെ, സൗണ്ട് പൊല്യൂഷൻ, ശബ്ദമലിനീകരണം, ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്താം. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് ഫ്രഷ് വാട്ടർ, ശുദ്ധജല ലഭ്യതയിലുള്ള പ്രശ്നം. ഇന്ത്യയിൽ ശുദ്ധജലം ലഭിക്കാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ശുദ്ധജല ലഭ്യതയിലുള്ള പ്രശ്നം. അടുത്തത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. നമ്മൾ ഉണ്ടാക്കുന്ന വലിയ പായ്വസ്തുക്കളുണ്ട്. അപ്പോൾ ആ പായ്വസ്തുക്കളെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കാൻ പറ്റിയൊരു സംവിധാനം നമുക്കില്ല. അപ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ. ഇതെല്ലാം ഇന്ത്യയുടെ എൻവയോൺമെൻറ്റ്, ഇന്ത്യയുടെ പരിസ്ഥിതി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഭാഗത്തേക്ക് വരികയാണ്. സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്താണ് സുസ്ഥിര വികസനം? ഓക്കെ, എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോണമി ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ് ആൻഡ് നീഡ് ഈച്ച് അതർ. അപ്പോൾ പരിസ്ഥിതിയും സമ്പദ് വ്യവസ്ഥയും, പരിസ്ഥിതിയും രാജ്യവും രണ്ടും എന്താണ്? ഇൻ്റർഡിപ്പെൻഡൻ്റ്, പരസ്പര ബന്ധിതമാണ്. അവ പരസ്പരം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ രാജ്യത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ, നമ്മുടെ രാജ്യത്ത് വികസനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആരും ഒഴിവാക്കാൻ പറ്റില്ല. പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ട്, പരിസ്ഥിതിയെ ഒഴിവാക്കിക്കൊണ്ട് വികസനം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം പരിസ്ഥിതി ഇല്ലെങ്കിൽ മനുഷ്യന് ജീവൻ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പഠിക്കുകയാണ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വാസ് എംഫസൈസ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്.
അപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമ്മേളനം എന്തിനെക്കുറിച്ചുള്ള സമ്മേളനമാണ്? പരിസ്ഥിതിയും വികസനത്തെയും കുറിച്ചുള്ള സമ്മേളനത്തിൽ. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വികസന സമ്മേളനത്തിൽ ആണ് എന്തിനെക്കുറിച്ച് ആദ്യമായിട്ട് കൃത്യമായിട്ട് നിർവചിച്ചത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ ആദ്യമായിട്ട് കൃത്യമായിട്ട് നിർവചിച്ചത് ഈ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ് UNCDയിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയെ വികസനത്തെക്കുറിച്ചുള്ള സമ്മേളനത്തിലാണ് ഇതിനാദ്യമായിട്ട് നിർവചിച്ചത്. എന്താ ഇത് നിർവചിച്ചിട്ടുള്ളത്? ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം, ചോദിക്കുമ്പോൾ എഴുതേണ്ടതാണ്. എന്താണ് സുസ്ഥിര വികസനം എന്ന് ചോദിച്ചാൽ ഈ ഒരു നിർവചനമാണ് നിങ്ങൾ നൽകേണ്ടത്. വിച്ച് ഡിഫൈൻ ഇറ്റ് ഈസ് ആസ്. എന്താണ് നിർവചനം പറയുന്നത്? ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് പ്രസൻറ്റ് ജനറേഷൻ വിതൗട്ട് കോംപ്രമൈസിങ് ദി എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ഇന്നത്തെ ജനതയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം വരാൻ പോകുന്ന തലമുറയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കുന്ന വികസനത്തെയാണ് സുസ്ഥിര വികസനമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ഇന്നത്തെ ജനതയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം വരാൻ പോകുന്ന തലമുറയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കുന്ന വികസനത്തെയാണ് എന്തെന്ന് പറയുന്നത്? സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിന് പ്രധാനപ്പെട്ട ഒരു ആളാണ് ഹെർമൻ ഡെയ്ലി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കൂടുതലായിട്ട് വിശദീകരിച്ച് പഠിക്കൊന്നും വേണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞു തരികയാണ്. അക്കോർഡിംഗ് ടു ഹെർമൻ ഡെയ്ലി, ഹെർമൻ ഡെയ്ലി എന്ന് പറയുന്ന ആളുടെ അഭിപ്രായത്തിൽ എ ലീഡിങ് എൻവയോൺമെൻറ്റൽ എക്കോണമിസ്റ്റ്. ഇദ്ദേഹം ആരാന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട പരിസ്ഥിതി സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞത് ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ദ ഫോളോവിങ് നീഡ്സ് ടു ബി ഡൺ. സുസ്ഥിര വികസനം സാധ്യമാവണമെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? അച്ചീവ് ചെയ്യണം, നേടിയെടുത്താൽ മാത്രമേ സുസ്ഥിര വികസനം സാധ്യമാവൂ എന്നുള്ളതാണ് ആര് പറയുന്നത്? ഹെർമൻ ഡെയ്ലി പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റേത് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതിനേക്കാൾ നമുക്ക് പ്രധാനപ്പെട്ടത് അടുത്ത ഭാഗമാണ്. അടുത്ത ഭാഗത്ത് പറയുന്നത് സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനത്തിൻ്റെ തന്ത്രങ്ങളാണ്. അത് എസ്സേയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ലിമിറ്റിംഗ് ദ ഹ്യൂമൻ പോപ്പുലേഷൻ ടു എ ലെവൽ വിത്തിൻ ദി ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദി എൻവയോൺമെൻറ്റ്. ജനസംഖ്യയെ പരിസ്ഥിതിയുടെ ഉൾക്കൊള്ളൽ ശേഷിക്കുള്ളിലായി നിലനിർത്തുക. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ലിമിറ്റിംഗ് ദി ഹ്യൂമൻ പോപ്പുലേഷൻ ടു എ ലെവൽ വിത്തിൻ ദി ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദി എൻവയോൺമെൻറ്റ്. ജനസംഖ്യയെ പരിസ്ഥിതി ഉൾക്കൊള്ളൽ ശേഷിക്കുള്ളിലായിട്ട് നിലനിർത്തണം. അതായത് അമിതമായിട്ട് വർദ്ധിക്കാൻ പാടില്ല, ജനസംഖ്യ വർദ്ധിക്കാൻ പാടില്ല. അങ്ങനെ അമിതമായിട്ട് ജനസംഖ്യ വർദ്ധിച്ചാൽ ലോകം നശിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ആ ജനസംഖ്യയെ എന്ത് ചെയ്ത് നിർത്തണം? പരിസ്ഥിതിയുടെ ഉൾക്കൊള്ളൽ ശേഷിക്ക്, ക്യാരിങ് കപ്പാസിറ്റിക്കുള്ളിലായിട്ട് നിലനിർത്തണം. രണ്ടാമത്തത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഷുഡ് ബി ഇൻപുട്ട് എഫിഷ്യൻറ്റ് ആൻഡ് നോട്ട് ഇൻപുട്ട് കൺസ്യൂമിങ്. സാങ്കേതിക വിദ്യയുടെ വികാസം, ടെക്നോളജിക്കൽ പ്രോഗ്രസ്, സാങ്കേതിക വിദ്യയുടെ വികാസം ഇൻപുട്ട് എഫിഷ്യൻ്റ് ആയിരിക്കണം. ഇൻപുട്ട് എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയുള്ളതായിരിക്കണം? നിവേശങ്ങളെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളായിരിക്കണം ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാതെ കൂടുതൽ നിവേശങ്ങൾ ഉപയോഗിക്കുന്നതാവരുത്. അതാണ് പറയുന്നത്. നിവേശങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇപ്പോൾ ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരുത്തി, കോട്ടൺ അതെടുത്തിട്ട് നൂലാക്കിയിട്ട് അതുപയോഗിച്ച് ശീല ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ വസ്ത്രങ്ങളാക്കുന്നത്. അപ്പോൾ ഈ നൂലും ഈ പറയുന്ന പരുത്തിയൊക്കെ എന്താണ്? നിവേശങ്ങളാണ്. ആ നിവേശങ്ങളെ കൂടുതൽ ഉപയോഗിക്കുന്നതല്ല, കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളായിരിക്കണം. അതാണ് രണ്ടാമത്തെ പറയുന്നത്. മൂന്നാമത്തത് റിന്യൂവബിൾ റിസോഴ്സസ് ഷുഡ് ബി എക്സ്ട്രാക്റ്റഡ് ഓൺ എ സസ്റ്റൈനബിൾ ബേസിസ്. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ ഷുഡ് നോട്ട് എക്സീഡ് ദ റേറ്റ് ഓഫ് റീജനറേഷൻ. റിന്യൂവബിൾ റിസോഴ്സസ്, പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന റിസോഴ്സസിനെ എങ്ങനെ ഉപയോഗിക്കണം? സസ്റ്റൈനബിൾ ലെവൽ. അതായത് എങ്ങനെയായിരിക്കണം? പുതുക്കാവുന്ന സുസ്ഥിരമായൊരു അടിസ്ഥാനത്തിൽ നിലനിർത്തണം. അമിതമായിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വിഭവങ്ങളെ സുസ്ഥിരമായ അളവിൽ ഉപയോഗിക്കണം. എന്ത് ചെയ്യാൻ പാടില്ല? അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ദെൻ നാലാമത് പറയുന്നത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഓഫ് ദ റേറ്റ് ഓഫ് ഡിപ്ലീഷൻ ഷുഡ് നോട്ട് എക്സീഡ് ദ റേറ്റ് ഓഫ് ക്രിയേഷൻ ഓഫ് റിന്യൂവബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്. പുതുക്കാനാവാത്ത വിഭവങ്ങൾ അവയെ പുനരുജ്ജീവന നിരക്കിനേക്കാൾ അധികമാവാൻ പാടില്ല. പുതുക്കാനാവാത്ത വിഭവങ്ങൾക്ക് പകരം നമ്മൾ മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ
ജീവിപ്പിക്കാനുള്ള നിരക്കിനേക്കാൾ അധികമായിട്ട് എന്ത് ഉപയോഗിക്കാൻ പാടില്ല? നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, പുതുക്കാനാവാത്ത വിഭവങ്ങൾ, ഉൽപ്പാദിപ്പിക്കാനാവാത്ത വിഭവങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇൻഎഫിഷ്യൻസി റൈസിങ് ഫ്രം പൊല്യൂഷൻ ഷുഡ് ബി കറക്റ്റഡ്. മലിനീകരണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം. മലിനീകരണത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഹെർമൻ ഡെയ്ലി പറയും. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം സാധ്യമാകൂ എന്നാണ് ആര് പറയുന്നത്? ഹെർമൻ ഡെയ്ലി പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഈ പറയുന്ന സ്ട്രാറ്റജീസ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് ക്വസ്റ്റ്യനിൽ എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്, സുസ്ഥിര വികസനത്തിൻ്റെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്? അപ്പോൾ നോക്ക്, ദ യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. ഓക്കെ, എന്ത് ചെയ്യണം? നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ഉപയോഗിക്കണം. എന്ത് ഈ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കണം. അതായത് സൗരോർജം, സോളാറ്, വിൻഡ് എനർജി, ഓക്കെ, അങ്ങനെയുള്ള ടൈഡൽ എനർജി, പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ അത് വെറുതെ അവിടെ എഴുതി വെച്ചിട്ട് മാത്രം കാര്യമില്ല. ഹെഡിങ് മാത്രം എഴുതി വെച്ചതുകൊണ്ട് മാത്രം മാർക്ക് കിട്ടൂല, എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? യൂസ് സോളാർ, വിൻഡ് എനർജി എക്സെട്ര. അതേപോലെ തന്നെ പറയണം നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിന്യൂവബിൾ ആണ്, പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് കോസ്റ്റ് ലെസ് പൊല്യൂഷൻ, മലിനീകരണം കുറഞ്ഞതാണ്. ഇതൊക്കെ അവിടെ എഴുതി കേൾക്കണം. നിങ്ങൾ വെറുതെ ഈ ഹെഡിങ് മാത്രം എഴുതി വെച്ചതുകൊണ്ട് 8 മാർക്ക് കിട്ടൂല, കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ രണ്ടാമത്തത് LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ, ഗ്രാമങ്ങളിൽ എന്തിൻ്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കണം? LPG ഗ്യാസ് അല്ലെങ്കിൽ ഗോബർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജൈവ ഇന്ധനം, ജൈവ ഇന്ധനമല്ല, നമ്മൾ പറഞ്ഞ ബയോഗ്യാസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ബയോഗ്യാസ്, അതാണ് ഗോബർ ഗ്യാസ്. അപ്പോൾ LPG അല്ലെങ്കിൽ ഗോബർ ഗ്യാസ് ഇതാണ് എവിടെ ഉപയോഗിക്കേണ്ടത്? ഗ്രാമപ്രദേശങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. അതായത് വിറകിൻ്റെയും ഉണക്കച്ചാണകം, ഡ്രൈ ഡങ്ക്, ഇതിൻ്റെയൊക്കെ യൂസ് കുറച്ചിട്ട്, ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറച്ചിട്ട് ഉപയോഗിക്കണം? LPG ഉപയോഗപ്പെടുത്തണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 2 പറഞ്ഞു. 1 പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക, 2 ഗ്രാമങ്ങളിൽ LPG ഗോബർ ഗ്യാസ് ഉപയോഗം കൊണ്ടുവരിക, LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയ. 3ാമത്തത് CNG ഇൻ അർബൻ ഏരിയ. നഗരപ്രദേശങ്ങളിൽ CNGയുടെ ഉപയോഗം. നഗരപ്രദേശങ്ങളിൽ എന്തുപയോഗിക്കണം? CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മലിനീകരണം വളരെ കുറഞ്ഞതാണ്. ഇത് വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ വരുമ്പോൾ എയർ പൊല്യൂഷന് എന്ന് പറഞ്ഞാൽ വായു മലിനീകരണം കുറക്കാൻ പറ്റും. അപ്പോൾ നഗരങ്ങളിൽ ഉപയോഗിക്കണം? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, CNGയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ദെൻ വിൻഡ് പവർ, വൈദ്യുതി. എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം? കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. വിൻഡ് പവർ, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. അതവിടെ എഴുതിയാൽ മതി. സോളാർ എനർജി അറിയാമല്ലോ, സൗരോർജ്ജം ഉപയോഗിച്ചിട്ടുള്ള വൈദ്യുതികളിൽ സൗരോർജ്ജത്തെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുക, അതാണ് 5ാമത്തത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ദെൻ മിനി ഹൈഡൽ പ്ലാന്റ്സ്. ഓക്കെ, അതായത് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ഉപയോഗിക്കുക. ഈ വൻകിട ജലവൈദ്യുത പദ്ധതികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വൻകിട ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നദികളിൽ ഡാം കെട്ടണം. അപ്പോൾ ആ നദികളുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിനെ തടസ്സപ്പെട്ടു, അത് പ്രകൃതിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് പകരം ചെറുകിട ജലവൈദ്യുത പദ്ധതി, ഇതിന് ഡാമൊന്നും വേണ്ട. ഇതെന്താ ചെയ്യുന്നത്? ഇൻ മൗണ്ടനേജ് റീജിയൻ, ഈ മലനിരകളുള്ള പ്രദേശങ്ങളിൽ, പർവ്വത പ്രദേശങ്ങളിൽ എല്ലായിടത്തും നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും ചെറിയ അരുവികളുണ്ടാകും. ഓക്കെ, എല്ലായിടത്തും ചെറിയ സ്ട്രീംസുകൾ, ചില അരുവികളുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അരുവികളിൽ എന്തുപയോഗിക്കുക? ചെറിയ ടർബൈൻസ്, സ്മാൾ ടർബൈൻസ്, ചെറിയ ടർബൈനുകൾ പ്രവർത്തിപ്പിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇത് പ്രകൃതി സൗഹാർദ്ദമാണ്, ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട്, ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ഉപയോഗിച്ചിട്ട് വൈദ്യുതി നിർമ്മിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുക? നൽകുക. അതാണ് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും ലാസ്റ്റത്തത് ബയോ കമ്പോസ്റ്റിംഗ്, ജൈവവളം. ബയോ കമ്പോസ്റ്റിംഗ്, ജൈവവളം എന്ന് പറഞ്ഞാൽ കൃഷിക്ക്
ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയിട്ട് പകരം എന്തുപയോഗിക്കണം? ജൈവവളം. ഓക്കെ, അറിയാമല്ലോ, ജൈവവളം ഉപയോഗപ്പെടുത്തണം. ബയോ കമ്പോസ്റ്റ് ഉപയോഗപ്പെടുത്തണം. മണ്ണിരകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ജൈവവളത്തെ ഉപയോഗപ്പെടുത്തുക. ഇത്രയുമാണ് എന്തിൻ്റെ തന്ത്രങ്ങളെന്ന് പറയുന്നത്? സുസ്ഥിര വികസനത്തിൻ്റെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ആ ഹെഡിങ്ങുകളൊന്നും കൂടി പറയുകയാണ്, ശ്രദ്ധിച്ചോളാം. അതും കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. അപ്പോൾ ഒന്നാമത്തത് യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക. 2, LPG കോപ്പർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയ, ഗ്രാമങ്ങളിൽ LPG കോപ്പർ ഗ്യാസിൻ്റെ ഉപയോഗം. ദെൻ നഗരങ്ങളിൽ CNGയുടെ ഉപയോഗം, CNG ഇൻ അർബൻ ഏരിയാസ്. ദെൻ വിൻഡ് പവർ, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, സൗരോർജ്ജം. ഓക്കെ, ആറാമത്തത് മിനി ഹൈഡൽ പ്ലാന്റ്സ്, ചെറുകിട ജലവൈദ്യുത നിലയങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഏറ്റവും ലാസ്റ്റ് ബയോ കമ്പോസ്റ്റിംഗ്, ജൈവവളം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇത്രയുമാണ് എന്തിൻ്റെ തന്ത്രങ്ങളെന്ന് പറയുന്നത്? സുസ്ഥിര വികസനത്തിൻ്റെ തന്ത്രങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം കൃത്യമായിട്ട് പഠിക്കുക. ഈ സുസ്ഥിര വികസനവും അതിൻ്റെ തന്ത്രങ്ങളും, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജീസ് എപ്പോഴും എക്സാമിന് ഉണ്ടാവുന്നതാണ്, 8 മാർക്കിൻ്റെ വരുന്നതാണ്. ഈ വരുന്ന നിങ്ങളുടെ മോഡൽ എക്സാമിനേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ മറ്റുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കാം.